ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ വളരെയേറെ സവിശേഷതകളുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. വൻപിച്ച മുന്നേറ്റമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സഖ്യകക്ഷിയായിട്ടുള്ള ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ നേതൃത്വം കൊടുക്കുന്ന ജനതാദൾ യുവും കാര്യമായ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. 3/2 ഭൂരിപക്ഷത്തോടുകൂടി നിതീഷ് കുമാർ വീണ്ടും അധികാരത്തിൽ വരികയാണ്. ഏതാണ്ട് കഴിഞ്ഞ 20 വർഷത്തിലേറെയായി അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായി തുടരുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം തുടർ ഭരണമാണ് നിതീഷ് കുമാറിന് 2 ദശാബ്ദങ്ങളിലേറെയായി ബീഹാറിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കണക്കുകൂട്ടലുകളെയും അതിജീവിച്ചുകൊണ്ട് BJPയും ജനതാദൾ യുവും കൂടെ നിൽക്കുന്ന ചെറിയ സഖ്യകക്ഷികളുമൊക്കെ വലിയ നേട്ടം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാക്കി. കോൺഗ്രസും അതുപോലെ തന്നെ RJDയും വലിയ തകർച്ചയിലാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എത്തി നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെ ശക്തമായി പ്രചരണം അഴിച്ചുവിട്ടെങ്കിൽ പോലും അവർക്ക് വളരെ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടതായി വന്നു. എന്നാൽ ഈ കൂട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെ അല്പസ്വല്പമൊക്കെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ കക്ഷികൾക്കുണ്ടായ കടുത്ത തിരിച്ചടിയാണ്. അവിടെ CPM ML മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇടതുപക്ഷ പാർട്ടിക്കാണ് CPIയേക്കാളും CPMനേക്കാളും മുൻതൂക്കം. അവിടെ 9, 10, 15 സീറ്റുകളൊക്കെ നേടിയിരുന്ന കാലഘട്ടം ഉണ്ട് CPI-ML. എന്നാൽ ദയനീയം എന്ന് പറയട്ടെ, CPI-ML ഇപ്പോൾ ഏതാണ്ട് 1-2 സീറ്റിലേക്ക് ഒതുങ്ങേണ്ട സാഹചര്യം എത്തി നിൽക്കുന്നു. CPMും CPIയും തന്നെ വളരെ ദയനീയമായ ഒരു ചിത്രമാണ് കാഴ്ചവെക്കുന്നത്. ചുരുക്കത്തിൽ പറയുമ്പോൾ ഇടതുപക്ഷ കക്ഷികൾക്ക് അല്പമെങ്കിലും സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് കരുതിയിരുന്ന ബീഹാറും അവരുടെ കൈപ്പിടിയിൽ നിന്ന് പോകുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. CPMനെയും CPIയെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ ദിവസം കഴിയുന്തോറും ശോഷിച്ചു വരികയാണ്. ദേശീയ പാർട്ടി എന്നുള്ള പദവി പോലും അവർക്ക് ഏത് നിമിഷവും നഷ്ടപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ആ 2 പാർട്ടികൾ നിൽക്കുന്നത്. CPI-ML എന്ന് പറയുന്നത് വളരെ പ്രാദേശിക സ്വഭാവം മാത്രമുള്ള ഒരു ഇടതുപക്ഷ പാർട്ടിയാണ്. പ്രത്യേകിച്ചും ബീഹാറിൽ മാത്രമേ അതിന് എന്തെങ്കിലും അല്പം സ്വാധീനം ഉണ്ട് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അവിടുത്തെ തൊഴിലാളി വർഗത്തിന്റെ സംരക്ഷകർ എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് നിന്ന ഇടതുപക്ഷ കക്ഷികൾക്കും കടുത്ത പരാജയം ഇപ്പോൾ ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിന്റെ ബാക്കി പത്രം. അപ്പോൾ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള RJDക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതുപോലെ തന്നെ ഇടതുപക്ഷ കക്ഷികൾക്കും എല്ലാം വൻപിച്ച തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് സ്വയവിമർശനത്തിന് ഈ പാർട്ടികളെ പ്രേരിപ്പിക്കും എന്ന് തന്നെ വേണം കരുതാൻ. എന്നാൽ എത്ര സ്വയവിമർശനം നടത്തിയാലും വരുന്ന 5 വർഷം ഇത് നിതീഷ് കുമാറിന്റെ കൈകളിൽ ബീഹാർ ഭരണം ഭദ്രമാണ്. കാരണം ശക്തമായ പിന്തുണയാണ് അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന BJPയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിശക്തമായ ഒരു വികസന മുന്നേറ്റം ബീഹാറിൽ ഉണ്ടാകും എന്ന് വേണം കരുതാൻ. അതൊക്കെ വരുമ്പോൾ സാധാരണ ജനങ്ങളിൽ അവർക്ക് ചെലുത്താൻ കഴിയുന്ന സ്വാധീനമൊന്നും ഇനിയും ഇടതുപക്ഷികൾക്ക് ചെലുത്താൻ കഴിയുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു. ഏതാണ്ട് ആ അവസ്ഥയിലാണ് തേജസ്വി യാദവിന്റെ പാർട്ടിയും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ബീഹാറിൽ. അപ്പോൾ ആകെ നോക്കുമ്പോൾ അവിടെ പ്രതീക്ഷയുണ്ടായിരുന്ന മേഖലയിൽ പോലും ആർക്കും, പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട ആർക്കും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. സീമാഞ്ചൽ പ്രദേശത്തൊക്കെ മുസ്ലിങ്ങൾ ധാരാളം അല്ലെങ്കിൽ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളായിട്ട് പോലും
അവിടെയും കാര്യമായ സ്വാധീനം ഇടതുകക്ഷികൾക്കോ RJDക്കോ കോൺഗ്രസിനോ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവിടെ അല്പമെങ്കിലും ഈ ജാതിയുടെ പേരിൽ നേട്ടം ഉണ്ടാക്കിയത് ഒവൈസിയുടെ പാർട്ടിക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ പിന്നാക്ക വിഭാഗത്തിന്റെ വോട്ടുകളൊക്കെ നല്ല സ്വാധീനം ചെലുത്തി സാമ്പത്തിക സഹായവും ആനുകൂല്യങ്ങളും ഒക്കെ നൽകി, പ്രത്യേകിച്ച് വനിതകളുടെയും പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെയും വോട്ടുകൾ സമാഹരിക്കാൻ BJP JDU സഖ്യത്തിന് കഴിഞ്ഞുവെന്നത് കാണേണ്ടിയിരിക്കുന്നു. ഇവിടെയും ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ജനങ്ങളെ പണം കൊടുത്തും ആനുകൂല്യങ്ങൾ നൽകിയും സ്വാധീനിച്ച് വോട്ട് നേടുന്നത് ഒരു ജനാധിപത്യത്തിന് ചേർന്നതാണോ എന്ന ചോദ്യം ആവർത്തിച്ച് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് വടക്കേ ഇന്ത്യയിൽ ഇത് വളരെ പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പലവട്ടം BJP ഇത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്നാണ് വനിതകൾക്ക് 10,000 രൂപ വീതം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചത്. അതൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വോട്ട് കച്ചവടമാണ്, പണം കൊടുത്ത് വോട്ട് വാങ്ങിക്കുക. ഇതല്ല യഥാർത്ഥത്തിൽ ശുദ്ധമായ ജനാധിപത്യത്തിന്റെ ഒരു സവിശേഷത. അപ്പോൾ ഇന്ത്യയിലെ ജനാധിപത്യം എങ്ങോട്ട് പോകുന്നു എന്ന് ഗൗരവമായി ആലോചിക്കേണ്ടിയിരിക്കുന്നു. പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടുത്തിക്കൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കുന്നത് ഒരിക്കലും ഒരു നല്ല ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ല. അത്തരത്തിലുള്ള ഒരു സ്വയവിമർശനം ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും, പ്രത്യേകിച്ച് ഇപ്പോൾ നേട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന BJPയും JDUവും ഒക്കെ നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒപ്പം നിൽക്കുന്ന ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികളുമൊക്കെ ഒരാത്മവിമർശനം നടത്തേണ്ട സമയം വൈകിയിരിക്കുന്നു. ആ തരത്തിലുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു വിലയിരുത്തലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കാൻ എല്ലാ പാർട്ടികളും എങ്ങനെ ശ്രമിക്കുന്നു വരും കാലങ്ങളിൽ എന്നുള്ളതാണ് പൊതുസമൂഹം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലേക്ക് ഇനിയെങ്കിലും ഇന്ത്യക്ക് മടങ്ങിപ്പോകാൻ കഴിയുന്നില്ല എങ്കിൽ ലോക ചിത്രത്തിൽ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള അഭിപ്രായം മങ്ങിപ്പോകുമോ എന്നും സംശയിക്കേണ്ടതായിട്ടുണ്ട്.